പണി പറ്റി. കുറേ കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പൊ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കണില്ല. അങ്ങനെങ്കിലും ഞാനൊന്ന് വരാം. ഒരു ഡോക്ടറുടെ അമ്മ ഉണ്ടായിരുന്ന. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ ഈ കുളിച്ചൊരുങ്ങി നിൽക്കണ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവില്ലേ, ഇതിപ്പോൾ എന്ത് വ്ളോഗാന്നുള്ളത്. കുറേ കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു പ്രത്യേക സംഭവം സംഭവിക്കാൻ പോവുകയാണ് ഗൈസ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. സംഭവം എൻ്റെ വീടിൻ്റെ കട്ടിലവെപ്പാണ്. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 6:15 ഉള്ളൂ. നല്ല നേരത്തെയാണ് പരിപാടി. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഞാനിതൊരു ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു മെമ്മറി ആണല്ലോ, അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. സംഭവം നല്ല ലേറ്റ് ആയിരിക്കണേ. 6:25 6:30ക്കാണ് പരിപാടി. ഞാനും സോനും മാത്രം അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത്. കറക്റ്റ് ഒരു വോയിസോ സംസാരിക്കണമൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആ ഒരു ബ്രൗൺ കളർ ഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് എൻ്റെ അമ്മയുടെ ഏട്ടൻ, അതായത് എൻ്റെ മാമൻ. അങ്ങനെ കട്ട്ലൊക്കെ അതാ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മ നേരത്തെ പോയി എന്നുള്ളത്. അങ്ങനെ അതാ അമ്മയാണിത്. അമ്മ അവിടെ നിർത്തി. അമ്മയ്ക്ക് നല്ല ടെൻഷൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ അതാ വല്യമ്മയും കാവ്ചേച്ചിയും വല്യമ്മമാരും കാവ്ചേച്ചിയും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നന്ദൻ്റെ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കട്ട്ല വെപ്പിൻ്റെ മുന്നിൽ എന്തൊക്കെയോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. അങ്ങനെ അതൊക്കെയാണ് ഈ നടക്കുന്നത്. പിന്നെ തേങ്ങ വെച്ചിട്ട് എന്തൊക്കെയോ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെറുതെ ചളാക്കുന്നില്ല. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കട്ട്ലയുടെ മുകളിൽ വെക്കാൻ സ്വർണ്ണത്തിൻ്റെ പൊട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തലേ ദിവസം. അങ്ങനെ അത് മേടിച്ചത് അതിൻ്റെ മുകളിൽ വെക്കണം. അതും പൂജയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതാ കട്ട്ല വെപ്പാണ് ഈ കാണുന്നത്. അങ്ങനെ അമ്മയൊക്കെ കൂടിയിട്ട് അവിടെ കട്ട്ല വെച്ചു. അങ്ങനെ ആ പരിപാടിയുടെ ചടങ്ങുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതാ അവിടെ തീർന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി അവിടെ പണിക്കാരെന്തോ ചെയ്യണതാണത്. അങ്ങനെ അത്രയൊക്കെയാണ് കട്ട്ലവെപ്പും ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതാ അമ്മ വിളക്കെടുത്തിട്ട് മറ്റേ തൊഴുത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ കട്ട്ലപ്പടിയുടെ ഉള്ളിൽ കൂടെ വിളക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണത്. പിന്നെ അതാ വല്യമ്മ, ഇത് എൻ്റെ ഒരു വല്യമ്മ കേട്ടോ ആ സാരി എടുത്ത് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അമ്മയുടെ അവിടുത്തെ ഒരു വല്യമ്മയാണ്. അങ്ങനെ വല്യമ്മമാരും ഒരുവിധം കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ വിളിച്ചവരൊക്കെ വന്ന് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഒരു പണി പറ്റി. അതായത് ഇഡ്ഡലി മേടിച്ചതിൽ കൂടെ സാമ്പാറും ചട്നിയൊന്നും ഇല്ല, അവർ കൊടുത്തു വിട്ടില്ല. ഇപ്പോൾ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കണില്ല. അപ്പോൾ ഇപ്പോൾ തട്ടിക്കൂട്ടി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ചമ്മന്തി കാണിച്ചുതരാം. ചമ്മന്തി ഉള്ളിവടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇന്നെ കാണിക്കണ്ട. ഇവിടെ ഗൈസ് എല്ലാവരും ഷൈയാണ്, ക്യാമറ ഷൈയാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. വലിയമ്മമാരൊക്കെ എത്തിയിട്ടുണ്ട്. അവർക്ക് കാണിച്ചു തരാം. ഞാൻ സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ എല്ലാവരും വാങ്ങുമ്പോൾ സാമ്പാർ ഞാൻ ഇവര് ആരും എന്നോട് സംശയം ഞാൻ ഉണ്ടാവില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ചു പറഞ്ഞു. അപ്പോഴേ ചട്നിയൊക്കെ നിങ്ങൾ ഓർഡർ കൊടുക്കുമ്പോ നമ്മൾ ചോദിക്കണം. പിന്നെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് എല്ലാവർക്കും അത് ചമ്മന്തിപ്പൊടി രണ്ട് പൊടി വേണം. ഇത് ചായ കുടിക്കുന്നെടുത്തത് യൂട്യൂബിൽ വരെ അങ്ങനെങ്കിലും ഞാനൊന്ന് വരാം. നമുക്ക് അങ്ങോട്ടല്ലേ മാർക്കാതൊക്കെ ആയിരിക്കും നടക്കുന്നത്. പിന്നെ നിർക്കല്ല. അയ്യോ ചെറുപ്പ സുന്ദരി കുട്ടിയുടെ ഇപ്പൊ കേട്ടോ. എന്തായാലും വേറെ വീട് ചേർത്ത് ഇരിക്കട്ടെ. അതിന് പ്രാർത്ഥിക്കുന്നു. ചെറിയ രീതിയിൽ വയ്ക്കാം.
ഉള്ളി അരച്ച് വയ്ക്കുക കൂട്ടിട്ട് അരച്ച് വയ്ക്കുക ഈ സമയത്ത് എല്ലാവരും ചോദിക്കും ഇത് രാവിലെ ഒരു ഡോക്ടറുടെ അമ്മ ഉണ്ടായിരുന്നു ആ അമ്മ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിച്ചോളെ എന്താ പറഞ്ഞത് ഇഡ്ഡലി കഴിച്ചാൽ കേടൊന്നും ഉണ്ടാവില്ല ഇയാള് ആ പോത്തിനെ തെരഞ്ഞ് വരുന്ന ഒരാൾ തന്നെ എവിടെ വെള്ളം ചോദിച്ചു വെള്ളങ്ങളല്ലേ ഒരു മീറ്ററിൽ രണ്ടല്ല അങ്ങനെ ദാ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 കൊല്ലം ആയി കടന്നു കാണും. കാരണം ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് വീടിൻ്റെ തറപ്പണി കഴിഞ്ഞിരുന്നത്. പിന്നെ മറ്റേ ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കൊല്ലം ലേറ്റായി. ഇപ്പോഴാണ് ലോണ് കിട്ടിയത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തോളമായി. അങ്ങനെ ഇതപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് പണി തീർക്കാൻ പറ്റട്ടെ. അപ്പോൾ എത്രയോ കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു വീട് കയറുകയാണ്. എക്സൈറ്റഡ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെയും പറയാം. അപ്പോൾ പിന്നെ ഇപ്പം എന്താ അത്രയൊക്കെ പറയാനുള്ളൂ.